എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഫ്രഞ്ച് ലോഫ് ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബെഗറ്റ് എന്നും ഈ ഒരു ബ്രെഡ് അറിയപ്പെടും. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വീതി വളരെ കുറവും അതുപോലെ തന്നെ ഒരു തിക്കായിട്ടുള്ള ഒരു ക്രസ്റ്റുമാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഗറ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ലോഫ് ബ്രെഡാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. ഇതിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗറൊക്കെയാണ് ചേർക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ലോഫ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ബ്രെഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ഗ്രാമോളം ഉണ്ടാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ സൈഡിലേക്ക് മാറ്റിയിടുക, കാരണം ഈസ്റ്റ് ഇതിന് മുകളിലായിട്ട് വരരുത്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറും എടുക്കാവുന്നതാണ്. ബ്രൗൺ ഷുഗറോ ശർക്കരയോ എടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ എടുത്താലും മതിയാകും. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചൂട് പാലിലോ വെള്ളത്തിലോ ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇട്ട് 8 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പൊങ്ങിയതിന് ശേഷം ഇതിലേക്കിട്ട് കുഴയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കൂടെ ഈ ഒരു ഗോതമ്പ് പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒരേ ഭാഗത്തേക്ക് വരുന്ന രീതിയിലൊന്ന് മിക്സാക്കി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് റേപ്പ് സീഡ് ഓയിലാണ്. അപ്പോൾ ഇത് കോൾഡ് പ്രസ്ഡ് ആണ്, റിഫൈൻഡ് അല്ല. റിഫൈൻഡ് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ഒന്നുകൂടെ ഹെൽത്തി റിഫൈൻഡ് അല്ലാത്ത കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം, പക്ഷേ സാധാരണ ഫ്രഞ്ച് ലോഫിൽ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ഒരു 125 മില്ലി ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയത്ത് കുഴച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊതുവേ ഫ്രഞ്ച് ലോഫ് എന്ന് പറയുന്നത് പുറമേ കുറച്ച് കട്ടിയും അകത്ത് സോഫ്റ്റായിട്ടുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കുഴച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഈ ഒരു ബ്രെഡ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് സ്ട്രെച്ച് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാവ് 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. 2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് വെക്കാം. ഈ ഒരു മാവ് ഡബിൾ ആകുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇതിന് മുകളിലായിട്ട് ഒരു നനഞ്ഞ ടവലിട്ട് കൊടുത്തിട്ട് നമുക്കിത് ചെറിയ ചൂടുള്ള സ്ഥലത്തേക്കൊന്ന് മാറ്റി വെക്കാം. നനഞ്ഞ ടവലോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പോ വെച്ചിട്ട് നിങ്ങൾക്കിത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ബ്രെഡിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലെ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിന് മേലെയിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എയർ ബബിൾസ് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ലോഫോ അതൊന്നും വേണ്ട, നമുക്ക് ഒരു ബേക്കിംഗ് ട്രേ മാത്രം മതിയാകും. അതുപോലെ ഈ ഒരു ബ്രെഡിൻ്റെ അളവ് നിങ്ങൾക്ക് 2 ചെറിയ ബ്രെഡുകളാക്കി എടുക്കാം, 1 ബ്രെഡാക്കി എടുക്കാം. ഞാനിവിടെ ഈ ഒരു മാവ് ഒറ്റ ബ്രെഡാക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 2 ബ്രെഡായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വളരെ തിന്നായിട്ടുള്ള സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. പൊതുവേ ഫ്രഞ്ച് ലോഫ് എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞ ഒരു ബ്രെഡാണ്. അപ്പം 2 ഇതാക്കുകയാണെങ്കിൽ നന്നായിട്ട് കനം കുറഞ്ഞത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബേക്കിംഗ് ട്രേയിൽ നമ്മളൊരു ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മാവ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വീണ്ടും ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈസ് ഒന്നുകൂടെ ഒന്ന് വലുതാകും. വീണ്ടും നമ്മളിത് നനഞ്ഞ ടവൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ബ്രെഡ് ഒന്നുകൂടെ അതിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് റൈസ് ആയതിനു ശേഷം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുക. ഇനിയിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡിൻ്റെ സൈസ് ഒന്നുകൂടെ വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. ഈ ബ്രെഡിൽ ക്രാക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു കട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ബ്രെഡിൽ ക്രാക്കൊന്നും വീഴില്ല. കട്ട് നിങ്ങൾക്ക് പല രീതിയിലിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നേരത്തെ ഈ ഒരു മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത എണ്ണ തന്നെയാണ് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 180 ഡിഗ്രിയിൽ 22 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത് പാടെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രസ്റ്റ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ല നിങ്ങളിത് ഇങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്രസ്റ്റ് കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഫ്രഞ്ച് ലോഫ് എന്ന് പറയുന്നത് ക്രസ്റ്റ് കുറച്ച് ഹാർഡാണ്. നിങ്ങൾക്ക് ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ബ്രെഡാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത ബ്രെഡ് കഴിക്കാനായിട്ട്. ഇതുവരെ നിങ്ങൾ ബ്രെഡ് ബേക്ക് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓവൻ ഇല്ലാതെ ബ്രെഡ് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നല്ല ഉപ്പില്ലാത്ത ബട്ടറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു ബട്ടറും ഹണിയും കൂടി കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്രെഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്